ഇവർക്ക് ഇന്ന് പുതിയ തലമുറയുടെ സിനിമ എന്താണെന്ന് അറിയില്ല. അവര് അതുകൊണ്ട് തന്നെ ഞാൻ സിനിമ ചെയ്യുന്നില്ല, അതുകൊണ്ട് വേറെ ആരും സിനിമ ചെയ്യണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്നവരാണ് അവിടുത്തെ ഭൂരിഭാഗം രാജാക്കന്മാരും. മനസ്സിലായി. അപ്പൊ അതിന്റെ ഏനക്കേടായിരുന്നല്ലേ? സത്യത്തിൽ ഞാൻ എലിജിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ അവിടെ ആ സ്റ്റേജിൽ കയറിയിരുന്ന ആളുകളെക്കാൾ കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്നിട്ട് പോലും ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ടും ഞാൻ അവരെ ചോദ്യം ചെയ്യുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടും അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. സാന്ദ്ര അസോസിയേഷന്റെ തലപ്പത്തേക്ക് വന്നാൽ എന്തൊക്കെയാണ് അവരെ ബാധിക്കുന്നതായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്തിനാ ഭയക്കുന്നത്? ശരി, അവർ ഭയക്കുന്നത് വർഷങ്ങളായി, 10-25 വർഷമായി ആ അസോസിയേഷനെ കൊണ്ട് ഇവര് 10 കോടികളുടെ അഴിമതി നടത്തിയിട്ടുണ്ട്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. ഈ അഴിമതി വെളിയിലേക്ക് വരും. ഇത് ഈ പാവപ്പെട്ട നിർമ്മാതാക്കളെ എല്ലാം പിഴിഞ്ഞുണ്ടാക്കിയേക്കുന്ന കാശാണ്. ആ കാശ് കൊണ്ട് ഇവരെല്ലാവരും പുട്ടടിച്ച് ഇത്രയും നാൾ ജീവിച്ചു. അത് ഇനി ഞാൻ സമ്മതിക്കത്തില്ല. ആരെതിരെ അഭിപ്രായം പറയുന്നു അവരെ അപ്പം ഷോക്കോസ് നോട്ടീസ് കൊടുത്ത് പുറത്താക്കുക എന്നുള്ളൊരു നയമാണ് അവരുടെ. അങ്ങനെ ഈ 10 വർഷത്തിനുള്ളിൽ 2016 610 പേരുണ്ടായിരുന്ന സംഘടന ഇന്ന് 310 പേരേ ഉള്ളൂ. അതിന്റെ കാരണം ശബ്ദം ഉയർത്തിയവരെ എല്ലാം പുറത്താക്കിയിട്ടുണ്ട്. മലയാള സിനിമയുടെ 2 മുഖങ്ങൾ എന്ന് പറയുന്ന 2 വ്യക്തികൾ, മമ്മൂട്ടിയും മോഹൻലാലും, അവരുടെ അഭിപ്രായം എന്താണ്, അവരുടെ പിന്തുണ എത്രത്തോളമാണ്, അവരുടെ നിലപാട് എന്താണെന്ന് അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. ഈ വിഷയത്തിൽ എങ്ങനെയാണ് അവരുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്? പറയാവോന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഞാൻ പറയാണ്. എന്നെ മമ്മൂക്ക വിളിച്ചിരുന്നു. മമ്മൂക്ക വിളിച്ചിരുന്നു. എന്നോട് കേസുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് മമ്മൂക്ക പറഞ്ഞിരുന്നു. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? അദ്ദേഹം എന്നോട് ഒരു 3/4 മണിക്കൂറോളം സംസാരിച്ചു. പക്ഷെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഒറ്റ ചോദ്യമുള്ളൂ, മമ്മൂക്കയുടെ മകൾക്കാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നതെങ്കിൽ അവരോടും ഇത് പറയൂ. ദൈവമേ, ഇവിടുന്ന് നാശമാക്കും. പ്രതികരിക്കരുത്, കേസുമായിട്ട് മുന്നോട്ട് പോകരുത്, ഇത് ഭാവിയിൽ എന്നെ ബാധിക്കും, എനിക്കിനി സിനിമ ചെയ്യാൻ പറ്റില്ല, എന്നെ ഈ നിർമ്മാതാക്കൾ ഇനി തിയേറ്ററിൽ എൻ്റെ സിനിമ ഇറക്കാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് മിണ്ടാതിരിക്കണം എന്നൊരു സ്റ്റാൻഡ് ആയിരിക്കുമോ മമ്മൂക്ക എടുക്കുന്നത്? ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല, അവരെല്ലാവരും തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. പക്ഷെ അദ്ദേഹം എൻ്റെ അടുത്ത് കമ്മിറ്റ് ചെയ്തിരുന്നൊരു സിനിമയുണ്ടായിരുന്നു. ആ സിനിമയിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങി. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഞാൻ ഇത്രയേ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞുള്ളൂ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്നെ ഇവിടുന്ന് തുടച്ചു മാറ്റാനായിട്ടാണ് എല്ലാവരും കൂടെ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് ഞാൻ അദ്ദേഹത്തിനോട് വ്യക്തമായിട്ട് പറഞ്ഞു. മമ്മൂട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാടെടുത്തതെന്നാണ് ചിന്തിച്ചത്? എന്താ തോന്നിയത് സാന്ദ്രയ്ക്ക്? അത് അതിന്റെ ഉത്തരം ഞാൻ ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ വീട്ടുപണി എടുക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ അസോസിയേഷന്റെ പ്രസിഡന്റ്. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് അങ്ങനെ സ്റ്റാൻഡല്ലേ എടുക്കാൻ പറ്റുള്ളൂ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.